So last operator is plus operator. Plus operator. This plus operator has two functions. Okay. Plus operator നമുക്ക് normal addition operation use ചെയ്യാം. Normal addition operation, that is രണ്ട് digit number floating point number add ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, plus operator use ചെയ്യാം. ഈ plus operator one more function is that it can be used as a string addition operator. String addition. Okay, രണ്ട് string തമ്മിൽ addition എന്ന് പറഞ്ഞാൽ join ചെയ്യാം. രണ്ട് string തമ്മിൽ join ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, plus operator യൂസ് ചെയ്യാം. എക്സാമ്പിൾ കാണിക്കാം. അത് എപ്പോഴാണ് ഈ സ്ട്രിംഗ് അഡീഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്ലസ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതോ റൈറ്റ് സൈഡിലുള്ളതോ അല്ലെങ്കിൽ ബോത്ത് ഏതെങ്കിലും ഒന്ന് സ്ട്രിംഗ് ടൈപ്പ് ഡാറ്റ ആണെങ്കിൽ അത് പെർഫോം ചെയ്യുന്നത് സ്ട്രിംഗ് അഡീഷൻ ആണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. where a comma b comma c, a is equal to 5, b is equal to 2, c is equal to a plus b. ഇവിടെ a എന്നുള്ളതിന്റെ ടൈപ്പ് നമ്പർ ടൈപ്പ് ആണ്, b എന്നുള്ളതിന്റെ ടൈപ്പ് നമ്പർ ടൈപ്പ് ആണ്. രണ്ട് നമ്പർ ടൈപ്പ് ആകുമ്പോൾ ഇത് സാധാരണ അഡിഷൻ ചെയ്യും. സോ a plus b, that is 5 plus 2. നമ്മളിപ്പം ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 7 ആയിരിക്കും. ഓക്കെ, രണ്ട് ഇൻഡിജർ നമ്പർ ടൈപ്പ് ഡാറ്റ ആഡ് ചെയ്ത് കിട്ടി. ഇനി ഇതേ സംഭവം സപ്പോസ് ഏതെങ്കിലും ഒരു വേരിയബിൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ നോക്കിയേ, എന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ടൈപ്പ് ആണ്, ബിന്റെ ടൈപ്പ് എന്താണ്, സ്ട്രിംഗ് ടൈപ്പ് ആണ്. അപ്പൊ പ്ലസ് ഓപ്പറേറ്റർ എന്റെ ടൈപ്പ് നമ്പർ ടൈപ്പ്, ബിന്റെ ടൈപ്പ് സ്ട്രിംഗ് ടൈപ്പ്. സോ ഏതെങ്കിലും ഒരു ഓപ്പറന്റ് സ്ട്രിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും സ്ട്രിംഗ് ആണെങ്കിൽ ഇത് ചെയ്യുന്നത് നോർമൽ അഡീഷൻ അല്ല, സ്ട്രിംഗ് അഡീഷൻ ആണ്. അതായത് ഇതിനെയും സ്ട്രിംഗ് ആയി കൺസിഡർ ചെയ്യും. 5 2. സോ ആൻസർ ആ സമയത്ത് ഔട്ട്പുട്ട് കിട്ടുന്നത് 7 എന്നല്ല കിട്ടുക, 5 2 ജോയിൻ ചെയ്യും. ഓക്കെ, ഔട്ട്പുട്ട് 5 2 ഇങ്ങനെ കിട്ടും. ഓക്കെ, 5 ഒരു സ്ട്രിംഗ് ആയിട്ട് എടുക്കും, 2 ഒരു സ്ട്രിംഗ് ആയിട്ട് എടുക്കും, രണ്ടും ജോയിൻ ചെയ്തിട്ട് 5 2. ഓക്കെ, സ്ട്രിംഗ് അഡീഷൻ. സോ ദാറ്റ് ഈസ് ദ പ്ലസ് ഓപ്പറേറ്റർ മാർക്കറ്റ്. സോ ഇത്രയാണ് എന്ത് ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് വൺ control statements. Control statements. Okay, control statements നമുക്കറിയാം നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ലൈൻ, ഒന്നാമത്തെ ലൈൻ മുതൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂഷൻ. ദാറ്റ് ഇസ് ദ നോർമൽ ഫ്ലോ. ആ നോർമൽ ഫ്ലോനെ മാറ്റം വരുത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻലി രണ്ട് ടൈപ്പിലാണുള്ളത്. ഒന്ന് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അതിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. സെക്കൻഡ് വൺ ഈസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇതില് ഫസ്റ്റ് വൺ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം നമുക്ക്. So first one, conditional control statements. Okay, conditional control statements. Conditional control statements ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് if, സെക്കൻഡ് വൺ if else, തേർഡ് വൺ else if ladder, and next one switch. Okay, ഇത്രയാണ് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അത് ഓരോന്നും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് കാണിക്കാം. ജസ്റ്റ് if നോക്കുകയാണെങ്കിൽ ഇതിന്റെ സിന്റാക്സ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നത്, ഞാൻ സിന്റാക്സ് ഡെപ്ത് ആയിട്ട് പറയുന്നില്ല. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. where a comma b, a is equal to 5, b is equal to 2, if a greater than b, document dot write a. Okay, ഇതൊക്കെ നമ്മൾ എഴുതേണ്ടത് സ്ക്രിപ്റ്റിന്റെ ഉള്ളിലാണെന്ന് മറക്കരുത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് is equal to JavaScript.
സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യണം. ഇത് നമുക്ക് HTML ഹെഡ് സെക്ഷനിലോ അല്ലെങ്കിൽ ബോഡി സെക്ഷനിലോ ഇടാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്റെ വാല്യൂ 5, ബിന്റെ വാല്യൂ 2, 5 ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ആയിട്ട് 5 പ്രിന്റ് ചെയ്യും. ഓക്കെ, ഗ്രേറ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇത് റൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാം. ഓക്കെ, ഇനി if else ആണെങ്കിൽ എന്ത് സംഭവിക്കും? if condition then statement else വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാണ്. ഇവിടെ എന്താ സംഭവിക്കുക? 5ന്റെ എന്റെ വാല്യൂ 5, ബിന്റെ വാല്യൂ 2, 5 ഗ്രേറ്റർ ദാൻ 2. യെസ്, ട്രൂ ആയതുകൊണ്ട് 5ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അതായത് എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും 5 എന്ന്. സപ്പോസ് ഒരു വേറെ കണ്ടീഷൻ, സപ്പോസ് വാല്യൂ സപ്പോസ് ബിന്റെ വാല്യൂ 7 ആണെങ്കിൽ, ഓക്കെ, എന്റെ വാല്യൂ 5, ബിന്റെ വാല്യൂ 7, 5 ഗ്രേറ്റർ ദാൻ 7, റോങ്, ഫോൾ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? എൽസ് പാർട്ടിലേക്ക് വരും. ആ സമയത്ത് ബിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അറിയുന്ന കാര്യം തന്നെയാണ്. അതാണ് if else. ഓക്കെ, ഇനി else if ladder. നമുക്കറിയാം else if ladder is a മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചിലേക്ക് പോകാനാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചിലേക്ക് പോകാനുള്ളതാണ് എന്ത്? മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് if else. അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ തന്നെയാണ്. ഞാൻ else if ladder ഒരു എക്സാമ്പിൾ നോക്കി. ഇപ്പോൾ ഒരു നമ്പർ ഞാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഞാൻ ഇൻപുട്ടായി കൊടുക്കുകയാണ്. ആ ക്യാരക്ടർ ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഓക്കെ, എ ആണെങ്കിൽ ആപ്പിൾ പ്രിന്റ് ചെയ്യണം, ബി ആണെങ്കിൽ ബോൾ പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ where a is equal to suppose ഞാൻ single. Okay, if a equal to a, suppose വേരിയബിളിന്റെ വാല്യൂ നമുക്ക് ch കൊടുക്കുക. ch is equal to ക്യാരക്ടറിലേക്ക് a കൊടുത്തു. if ch is equal to a ആണെങ്കിൽ ജസ്റ്റ് എന്ത് പ്രിന്റ് ചെയ്യണം? document dot write. document dot write ഫുൾ എഴുതണം. ഞാനിത് ഷോർട്ട് ആയിട്ട് ഇവിടെ കാണിക്കാൻ മാത്രമേ ഉള്ളൂ. ആപ്പിൾ. else if ch is equal to b ആണെങ്കിൽ document dot write ball. else if ch is equal to c ആണെങ്കിൽ document dot write cat. else. ഓക്കെ, else ഇതൊന്നും അല്ലെങ്കിൽ else, അതായത് നമ്മൾ എയും ബിയും സിയും അല്ല, അത് ഈ 3 ക്യാരക്ടർ അല്ലെങ്കിൽ എനിക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ document dot write invalid. then സ്ക്രിപ്റ്റിന്റെ ഉള്ളിലാണ് മാർക്ക് ചെയ്തത്. അപ്പം ഇവിടെ റീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഞാൻ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് എ എന്ന് കൊടുത്തു. അപ്പോൾ നോക്കുകയാണ് ഈ ch is a ആണെങ്കിൽ ആപ്പിൾ പ്രിന്റ് ചെയ്യും. സപ്പോസ് ഞാൻ കൊടുത്ത വേരിയബിൾ എ അല്ല, സപ്പോസ് സി ആണെങ്കിൽ, ഓക്കെ, നോക്കുകയാണ് ch ന്റെ വാല്യൂ ക്യാരക്ടറിലേക്ക് ഞാൻ സി ആ കൊടുത്തു. അപ്പോൾ ഈ ch is a ആണോ? എൽസ്, ഇത് റോങ്. സോ നെക്സ്റ്റ് വൺ ch is a ബി ആണോ? അല്ല, നേരെ എൽസ്. ch is a സി ആണോ? യെസ്. അപ്പൊ എന്ത് ചെയ്യും? ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. സപ്പോസ് ഞാൻ കൊടുത്തത് ഡി ആണെങ്കിൽ ch is a ആണോ? റോങ്. ch is a ബി ആണോ? ഫോൾസ്. എൽസ് if ch is a സി ആണോ? അല്ല. ഇതൊന്നും അല്ലെങ്കിൽ എൽസ് ഇൻവാലിഡ് ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ else if ladder. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് നമുക്ക് else if ladder പ്രോഗ്രാംസ് വേണമെങ്കിൽ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, where ch is equal to a switch. സാധാരണ പോലെ തന്നെ അല്ല, സി ഏകദേശം സി തന്നെയാണ്. സി അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സി പ്രോഗ്രാമിലുള്ള അതേ സ്റ്റേറ്റ്മെന്റ് ആണ്, അതേ സ്റ്റേറ്റ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതേ സിന്റാക്സ് എല്ലാം ആണ്. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾസ് മാത്രമല്ല. സ്വിച്ച് ch, case a, document dot write apple, break, case b, document dot write. Okay, ഞാൻ ഇത് ലാസ്റ്റ് കേസ് സോറി നെക്സ്റ്റ് വൺ കേസ് സി എഴുതും. കേസ് സി
അതും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ദെൻ ഡിഫോൾട്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇൻവാലിഡ്. ഓക്കെ, ദെൻ സ്വിച്ച് ക്ലോസ് ചെയ്യും. ഇതെല്ലാം സാധാ സി തന്നെയാണ്, സിയിലുള്ള അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വി വിൽ സീ ദ looping state in the next class. Thank you.